ഹായ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയതായിരുന്നു. പിന്നീട് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതേ കാര്യം തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് എന്ന് കരുതി അത് സ്കിപ്പ് ചെയ്തതാണ്. ഇന്ന് രാവിലെ അച്ഛൻ്റെയും അമ്മയുടെയും വളരെ വേദനാജനകമായ ഹൃദയം പൊട്ടുന്ന രീതിയിലുള്ള മാധ്യമങ്ങളോടുള്ള സംസാരം കേട്ടിട്ട് രണ്ട് വാക്ക് പറയാമെന്ന് കരുതി വന്നതാണ്. റീൽസ് റീച്ച് ആകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഇന്ന് സമൂഹം ഏതറ്റം വരെ പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിയുള്ള തലമുറയോട്, ഇനി വളർന്നു വരുന്ന സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത് ഒരു മിനിറ്റ് ക്ഷമിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അതിൻ്റെ രണ്ടാമത്തെ കാര്യമാണ് പിന്നെ നമ്മൾ ആക്ഷൻ എടുക്കുക എന്നുള്ള കാര്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ഒരു വീഡിയോയിൽ നമുക്ക് വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്ത പോലെ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ അവരോട് പറയാണ് വേണ്ടത്. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്, അത് എന്താണ് നേരിട്ടത് അത് ആ വ്യക്തിയോട് തുറന്ന് പറയാമെന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കണം, അതാണ് നമ്മൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിഷയമാണ് പിന്നീട് അതിനെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊന്നും അല്ലാണ്ട് നമ്മൾ ആദ്യം തന്നെ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് ഒരാളെ സമൂഹത്തിൽ അങ്ങനെ വളരെ മാനം കെടുത്തുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും, സാധാരണക്കാരനായ ഒരാൾക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് ഫസ്റ്റ് തന്നെ ഞാൻ രാഹുൽ ഈശ്വറിൻ്റെ വാളിൽ പോയിട്ട് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ആ വീഡിയോക്ക് താഴെ കമൻ്റ് ഇട്ട് അതിന് ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ദീപക് ആത്മഹത്യ ചെയ്തതെന്ന് കേട്ടപ്പോൾ തന്നെ വളരെയധികം വിഷമം തോന്നി. കാരണം വെച്ചാൽ ആ ഒരു വീഡിയോയിൽ ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യം അതിനകത്തില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഏതൊരു ആളുകൾക്കും ഹൃദയം പൊട്ടുന്ന ഒരു വളരെയധികം വിഷമമായിട്ടുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. ഇനിയൊരു മക്കൾക്കും ഇങ്ങനെ ഒരു ഗതി വരാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇനി നമ്മൾ വളർന്നു വരുന്ന സമയം ഈ ഒരു കാര്യങ്ങളൊക്കെ 2 ദിവസം കൊണ്ട് എല്ലാവരും മറന്നു പോകും. അപ്പോൾ ഇനിയും ഇതേപോലെ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ സമൂഹത്തിൽ നമുക്കെതിരായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളൊരു കാര്യം കൂടെ, നിങ്ങൾ 1 മിനിറ്റ് ചിന്തിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുക. അത്രേ പറയാനുള്ളൂ.